ദില്ലി യാത്രയിൽ മാധ്യമങ്ങളെ പഴിചാരി വീണ ജോർജ്. ആരോഗ്യമന്ത്രിയെ ക്രൂശിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ആശാസമരത്തിൽ കേന്ദ്രമന്ത്രിയെ കാണുന്നത് തെറ്റാണോ എന്നും വീണ ജോർജ്. ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിലുണ്ടെന്നും കാലോചിതമായത് നടപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. കാണാം. ഞാൻ അപ്പോയിന്റ്മെന്റ് നേടിയതാണോ പ്രശ്നം? മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് നേടിയത് നമുക്കൊരു പ്രശ്നമല്ല. നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. അതിൽ ഏഷ്യാനെറ്റ് ന്യൂസും ചില മാധ്യമ പ്രവർത്തകരും ചില മാധ്യമങ്ങളും ഇതാണ് സാഹചര്യം. വളരെ ക്ലിയറാണ്. കേരളത്തിലെ ചില മാധ്യമം, ഞാൻ ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താണ്? ഡൽഹിയിൽ വ്യാജ വാർത്താക്കുറിപ്പ് കൊടുത്തതിനെ കുറിച്ച് അവരെന്നെ ഓർമ്മിച്ചു. ഞാനത് പറഞ്ഞു. ഇതായതൊന്ന് വായിച്ചോട്ടെ. LDFന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം 2021 തൊഴിൽ നയം 891 ഒന്ന് വായിക്കാമോ? അത് തൊഴിൽ നയത്തിൽ പൊതുവിൽ വരുന്നത്. ഇതൊന്ന് വായിച്ചോട്ടെ. അംഗനവാടി ജീവനക്കാർ വായിച്ചോട്ടെ. പറഞ്ഞോട്ടെ. അല്ല, ഇത് ഞാൻ പ്രകടനപത്രിക ഇത് ക്ലിയർ ചെയ്യാൻ പ്രകടന പത്രിക നിങ്ങൾ 2021 കണ്ടതല്ലേ? അത് ഇപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം. ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് LDF ചെയ്തു തന്നെയാ. അല്ല, പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കും. അഞ്ജലി ശ്രീജിതരാജ് നമുക്കൊപ്പമുണ്ട്. അഞ്ജലി ശ്രീജിതരാജ്, പഴി മാധ്യമങ്ങൾക്കാണ്, പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോഴും വീണ ജോർജ് പറയുന്നത് അല്ലേ? പ്രകടന പത്രികയെ മുൻനിർത്തി കേന്ദ്രമന്ത്രിയെ എന്തുകൊണ്ട് കണ്ടില്ല എന്ന ചോദ്യത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് ഇത്ര വലിയ കുറ്റമാണോ എന്നാണ് വീണ ജോർജ് ചോദിക്കുന്നതും. എന്താണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ദില്ലിയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ കൊച്ചിയിൽ പറഞ്ഞത് അഞ്ജലി? അനിൽകുമാർ, ഇതേ കാര്യമാണ്. അതായത് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലഭിച്ചോ, അതിനാൽ തന്നെ, അതായത് അപ്പോയിൻമെൻറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് മന്ത്രിയും ആരോഗ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ കഴിയാത്തത് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്. കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് താൻ പോയതെന്നും മാധ്യമങ്ങൾ ഇത്തരത്തിൽ പഴിചാരുകയാണെന്നും വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് മാധ്യമങ്ങൾക്ക് നേരെ വീണ ജോർജ് ഉയർത്തിപ്പിടിച്ചത്. പക്ഷേ ഇതുവരെയും വ്യക്തമായിട്ടൊരു മറുപടി നൽകാൻ വീണ ജോർജിന് സാധിച്ചിട്ടില്ല. അപ്പോഴും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രിക വാഗ്ദാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് വീണ ജോർജ് ശ്രമിക്കുന്നത്. വ്യക്തമായൊരു മറുപടി ഇതുവരെയും വീണ ജോർജ് നൽകിയിട്ടില്ല. കൂടാതെ പ്രകടന പത്രികയുടെ അനുബന്ധം വായിക്കണമെന്ന് വീണ ജോർജ് മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ്. അതായത് ഇത്തരത്തിൽ പ്രകടന പത്രികയിലുണ്ട്, ഇനിയും കാലാവധി ഉള്ളതിനാൽ തന്നെ അതിനുള്ളിൽ ഇത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. അപ്പോഴും ഈ CPMന്റെ പ്രകടന പത്രിക ഉയർത്തിപ്പിടിച്ചു അതിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഈ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തന്നെയാണ് താൻ പോയതെന്നും ഇത് മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയാണെന്നും അവിടെ ചെന്നപ്പോൾ അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതിനാലാണ് സന്ദർശനം അതായത് ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിയാത്തത് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് വീണ ജോർജ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്നലെ ഡൽഹിയിലും വീണ ജോർജ് വ്യക്തമാക്കിയത്. ഇന്നും മാധ്യമങ്ങൾ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും മാധ്യമങ്ങളെ പഴിചാരുകയല്ലാതെ വ്യക്തമായ ഒരു മറുപടി നൽകാനും ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണോ താങ്കൾ ഡൽഹിയിലേക്ക് പോയെന്ന ചോദ്യത്തിന് പോലും വ്യക്തമായ മറുപടി വീണ ജോർജ് നൽകുന്നില്ല. അപ്പോഴും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഇത് വളച്ചൊടുക്കുകയാണ്, തന്റെ യാത്രയെ പഴിചാരുകയാണ് തുടങ്ങിയ ആരോപണങ്ങൾ തന്നെയാണ് വീണ ജോർജ് ഉയർത്തിപ്പിടിക്കുന്നത്. ശരി, അഞ്ജലി ശ്രീജിതരാജാണ് വിവരങ്ങൾ നൽകിയത്.